ായിരുന്നു ശ്രീ രാജനാണ്, കൊല്ലത്തു നിന്നാണ്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സാധാരണഗതിയിൽ ഇതുവരെ പുറത്തു വന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ശരിയാണെങ്കിൽ മാന്യതയുള്ള ലേശം അന്തസ്സുള്ള ഏത് മനുഷ്യരും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പോലും മടിക്കും. പക്ഷേ രാഹുൽ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയാണ് പ്രതികരിക്കുക എന്നൊന്നും അറിയില്ല. താങ്കൾക്ക് എന്ത് തോന്നുന്നു? സാറേ, എനിക്ക് ആദ്യം പറയാനുള്ളത്, എനിക്ക് നിങ്ങളോടൊരു വളരെ വലിയ താങ്ക്സാ പറയാനുള്ളത്. കിരീട് സാറിന് പ്രത്യേകം നന്ദി. കാരണം എന്താണ്? മഹത്തായ 9ാം ദിവസം ഇത് ചർച്ചയ്ക്ക് എടുത്തതിൽ വളരെ വളരെ താങ്ക്സ്. പിന്നെ നാളെ വോട്ടിംഗ് ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് ഇത് വീണ്ടും എടുത്തതിന് വളരെ വളരെ താങ്ക്സ്. പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അതുപോലെ വലിയ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. കാരണം 10,000 പിന്നെ കള്ള വോട്ട് ID കാർഡ് ഉണ്ടാക്കി, പിന്നെ 8-9 പെണ്ണുങ്ങളെ കൈകാര്യം ചെയ്തില്ല. അതിൽ 2 പെണ്ണുങ്ങൾ മാത്രമേ ഇപ്പൊ പരാതി പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ക്യൂവിലാണ്. പിന്നെ മുണ്ടക്കൈ ചൂരൽമലയിൽ തിരിച്ച 88 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയി. അങ്ങനെ വലിയ തെറ്റൊന്നും മറ്റുള്ള കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചോളം അത്ര വലിയ തെറ്റൊന്നും പുള്ളി ചെയ്തിട്ടില്ല. അതുകൊണ്ട് പുള്ളിയെ തിരിച്ചെടുക്കണം. കഴിയുമെങ്കിൽ KPCC ഓഫീസിൽ കൊണ്ടിരുത്തി ഒരു ഷോളോ വല്ലതൊക്കെ അണിയിച്ച് പുള്ളിക്ക് പുതിയ സ്ഥാനമൊക്കെ കൊടുക്കണം. ഞാൻ പറഞ്ഞിട്ട് എന്റെ അഭിപ്രായം ഇതാണ്. ശരി, ഓക്കെ. രാജനാണ് കൊല്ലത്തു നിന്നും പ്രതികരിച്ചത്. ശ്രീ ബാലകൃഷ്ണനാണ്, ബാലകൃഷ്ണൻ നായരാണ്, കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാലകൃഷ്ണൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. 14 ദിവസമായി ഒരു MLA ഒളിവിലാണ്. എന്ത് തോന്നുന്നു താങ്കൾക്ക്? അല്ല, കോടതി ജാമ്യം കൊടുത്തില്ലേ? മുൻകൂർ ജാമ്യം അനുവദിച്ചു. അയാളെ ഇനി അറസ്റ്റ് ചെയ്യാനാവില്ല. ഒരു കാര്യം, രാഹുലിനെ സംബന്ധിച്ച് ഒരു ചെറുപ്പക്കാരൻ, ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഈ സമയത്താണ് അബദ്ധം എല്ലാവർക്കും പറ്റുക. ബാലകൃഷ്ണൻ, ഏത് കാര്യത്തിലാണ് രാഹുലിന് ഭാവിയുള്ളത്? താങ്കൾ ഉദ്ദേശിച്ചത് ഏത് വിഷയത്തിലാണെന്ന് അറിയാനാ വെച്ചത്. അതിങ്ങനെ ഈ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് ഇങ്ങനെ അലക്കുന്നത് ശരിയല്ല. ഇത് മിക്കവാറും ആളുകൾ ഒന്നും അറിയാതെ കണ്ടാണ്ട് അയാൾ വളർന്നു വരുന്ന ചെറുപ്പക്കാരനാണ്. അയാള് പിന്നെ ശിക്ഷ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല, ശ്രീ ബാലകൃഷ്ണൻ ഭാവിയുള്ള ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. രാഹുലിനെ 2 വിഷയത്തിലാണ്, ഒന്ന് രാഷ്ട്രീയത്തിലാണ്, മറ്റൊന്ന് പെൺകുട്ടികളെ ഇതുപോലെ ബലാത്സംഗം ചെയ്യുന്നതിലാണ്. ഇതിൽ ഏതിലാണ് ഭാവി എന്നാണ് താങ്കൾ കണ്ടത്? അല്ല, നിങ്ങൾ ഭാവിന്റെ കാര്യം, ഈ പ്രായം കടന്നു വന്ന ആളുകള് പിന്നെ കുറ്റം കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ള ഒരു തെളിവല്ലേ ഉള്ളൂ. പ്രായപൂർത്തി വലിയ ആളുകൾക്കൊക്കെ തന്നെ. ബാലകൃഷ്ണൻ, ഈ വരുന്ന ആളുകളെല്ലാം ഈ പ്രായത്തിലൂടെ കടന്നു വരുന്ന പുരുഷന്മാരെല്ലാം മറ്റ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയാണോ? അല്ല, അതല്ല, അത് ഇയാളെ കണ്ടുപിടിച്ചു. അല്ല, ഞാൻ ചോദിച്ചതാണ്. അപ്പൊ ബാലകൃഷ്ണനൊക്കെ അങ്ങനെ ബലാത്സംഗം ചെയ്തിട്ടാണോ ഈ പ്രായം കടന്നു വന്നത്? ന്യായീകരിക്കല്ല. ഒരു വ്യക്തിയെ എങ്ങനെ അലക്കുന്നത് ശരിയല്ല. നമ്മളാണോ അലക്കുന്നത്? ഓരോ സ്ത്രീകൾ വന്നിട്ട് അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഹൃദയമുള്ള ഏത് മനുഷ്യനും ഹൃദയം പൊട്ടിപ്പോകില്ലേ? ആ തരത്തിലേക്കല്ലേ ഇയാളെ ക്രൂരകൃത്യങ്ങളെ കുറിച്ച് പറയുന്നത്? ഇത് കേൾക്കി ഓരോ ദിവസം വെച്ചിട്ട് ഇത് എന്തിനാണ് ഇതിങ്ങനെ ഈ എതിർ പാർട്ടികളെ കൊണ്ട് അഭിപ്രായം പറയിക്കാൻ ഇങ്ങനെ മെനക്കെടുന്നത്? അല്ല, താങ്കൾക്കും പറയാമല്ലോ, താങ്കളുടെ പാർട്ടിയിലുള്ളവർക്കും പറയാമല്ലോ.